ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു തിരക്കുള്ള ദിവസമാണ്. അതായത് മിഷിഗണിൽ വെതറൊക്കെ ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഇൻസൈഡിൽ വെക്കേണ്ട പ്ലാന്റ്സ് ഒക്കെ അത് റെഡിയാക്കി ഇൻസൈഡിലേക്ക് വയ്ക്കണം. അതിനാദ്യമായിട്ട് ഈ കറി ലീഫാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെ പോട്ട് ഇച്ചിരി വലുതാണ്. അത് നല്ലതുപോലെ ക്ലീൻ ആക്കി ടോപ്പ് സോയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് ഇൻഡോർ പോട്ടിംഗ് സോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടു ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇനി ഇൻസൈഡിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ്. ഈ ഹോസ് ഉപയോഗിച്ച് ഈ ചെടി നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് വെള്ളമൊക്കെ ഇപ്പം നല്ലതുപോലെ തോർന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഇൻസൈഡിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. സെയിം വേയിൽ ഈ മുരിങ്ങയും കഴുകി വൃത്തിയാക്കി പോട്ടൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി കുറച്ച് ഇൻഡോർ പോട്ടിംഗ് സോയിലൊക്കെ അതിൻ്റെ ടോപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം കഴുകണം. അതുപോലെ കമ്പും ഇലകളും എല്ലാം ഈ ഹോസ് ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കി നിർത്തിയിരിക്കുകയാണ്. പോട്ട്സ് ഒക്കെ ഇച്ചിരി വലുതായതുകൊണ്ട് ഹെൽപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. കറി ലീഫൊക്കെ ഇപ്പം നല്ലതുപോലെ തഴച്ചു വളരുന്നുണ്ട്. ഇത് പോകാതെ ഇൻസൈഡിൽ നിൽക്കുമെന്നാണ് കരുതുന്നത്. മുരിങ്ങയും കറി ലീഫും വീടിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയും മുരിങ്ങയുടെ കുറേ ഇലയൊക്കെ വെട്ടിയെടുക്കണം. അത് ഇച്ചിരി ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. കറി ലീഫും അതുപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ വെട്ടിയെടുക്കും. ബാക്കിയൊക്കെ വളരട്ടെ. സാധാരണഗതിയിൽ മുരിങ്ങക്കായൊക്കെ വീടിനുള്ളിൽ നിന്ന് നല്ലതുപോലെ വളരുകയും നല്ല വലിപ്പം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും അങ്ങനെയാണ്. ഈ വർഷവും അങ്ങനെ വളരുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇലകളൊക്കെ വെട്ടിയെടുക്കണം. വീടിന് ഉള്ളിലാണെങ്കിലും അതിന് ഫെർട്ടിലൈസർ കൊടുക്കുകയും വെള്ളമൊക്കെ അതിൻ്റെ കണക്കിന് കൊടുക്കുകയൊക്കെ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലോ 10 ഡേയ്സ് കൂടുമ്പോൾ ഒരിക്കലോ ഒക്കെയാണ് ഞാൻ നനയ്ക്കാറുള്ളത്. കറി ലീഫും അങ്ങനെ തന്നെയാണ്. 10 ഡേയ്സ് കൂടുമ്പോൾ നനച്ചു കൊടുക്കും. സോയിലിൽ കുറച്ച് ഫെർട്ടിലൈസർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ അതെടുത്ത് വെച്ചത്. ഇനിയും ചെടികളുണ്ട് വയ്ക്കാൻ. അതിനിയും വേറെ ഒരു ദിവസം ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സിൽ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നതായിരിക്കും. എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.